ഈ കോംപ്ലിമെൻ്ററി പോസ്ചർ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ 2 കൈകൾ അരക്കട്ടലയുടെ മുകളിൽ എല്ലാ വിരൽ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് പരമാവധി 2 കൈകൾ പുറകിലേക്ക് കൊണ്ടുപോവാം. പതുക്കെ ശ്വാസം വലിച്ചിട്ട് പുറകിലേക്ക് എത്രത്തോളം പോവാൻ സാധിക്കുമോ അത്രത്തോളം പുറകിലേക്ക് പോവാം. 3 എന്ന് പറയുന്ന സമയത്ത് 2 കൈകൾ നേരെ കഴുത്ത് ഭാഗം പുറകിലേക്ക് വീണ്ടും തിരിച്ചു വന്നു, കൈകൾ റിലീസ് ചെയ്തു. അപ്പോൾ പാദഹസ്താസനത്തിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആസനമാണ് ഈ അർദ്ധചക്ര ആസനം. ഈ അർദ്ധചക്രാസനം നമ്മൾ പാദഹസ്താസനം ചെയ്യുമ്പോൾ ശരീരത്തിന് ഉണ്ടാവുന്ന ഗുണത്തിന് കൂട്ടി വർദ്ധിക്കുന്ന ഒരു ആസനമാണ് ഈ കോംപ്ലിമെൻ്ററി പോസ്ചർ അർദ്ധചക്ര ആസനം എന്ന് പറയുന്നത്. ഈ 2 ആസനങ്ങൾ നമ്മുടെ നട്ടല ഭാഗത്തിനെയും നമ്മുടെ തൊടഭാഗത്തിരിക്കുന്ന മാംസപേശികളിലും മുട്ടിൻ്റെ താഴത്തിരിക്കുന്ന കാല് തണ്ടുകളുടെ ഭാഗത്തിന് വളരെ ഊർജ്ജസ്വലമാക്കുന്ന ഒരു 2 ആസനങ്ങളാണ്. ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വാശി പിടിച്ചിട്ടോ ബലം പിടിച്ചിട്ടോ ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത് മാത്രം ചെയ്താൽ മതി എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഫോർവേഡ് ബെൻഡിങ്ങും ചെയ്തു, സൈഡ് ബെൻഡിങ് കൂടി ചെയ്തു. അതേപോലെ തന്നെ അർദ്ധ കടി ചക്രാസനം നേരത്തെ നമ്മൾ ചെയ്തത് അർദ്ധചക്രാസനമാണ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അർദ്ധകടി ചക്രാസനം. ഈ അർദ്ധകടി ചക്രാസനം നമ്മുടെ അരക്കട്ടല ഭാഗത്തിന് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ അരക്കട്ടല ഭാഗത്തിന് എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഇപ്പോൾ വീണ്ടും 2 കാല് അടുപ്പിച്ച് വെച്ചു. 2 കാല് അടുപ്പിച്ച് വെച്ചുകൊണ്ട് പതുക്കെ നമ്മൾ വലത് കൈ മാത്രമായിട്ട് ഭൂമിക്ക് സമാനാന്തരമായിട്ട് പൊന്തിച്ചു. ദ്വേ എന്ന് പറയുമ്പോൾ പതുക്കെ കൈപ്പറ്റി മുകളിലോട്ട് തിരിച്ചിട്ട് കയ്യെ പതുക്കെ മുകളിലോട്ട് കൊണ്ടുപോകണം. സ്ലോലി സ്ട്രെച്ച് യുവർ ഹാൻഡ് അപ്വേർഡ്സ്. അത് ചെയ്ത ശേഷം ത്രിണീം എന്ന് പറയുമ്പോൾ ഇടതുവശം ബെൻഡ് ചെയ്യുക. ഇടത് കയ്യിൽ ബലം പിടിക്കുന്നില്ല. ആകെ നമ്മൾ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ശരീരത്തിൻ്റെ വലതുവശം സ്ട്രെച്ച് ചെയ്തിരിക്കുന്നു, ഇടതുവശം കംപ്രസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഫൈനൽ പോസ്ചറിൽ കുറച്ച് നേരം നമ്മൾ അവിടെ നിൽക്കാം. ത്രിണീം എന്ന് പറയുമ്പോൾ പതുക്കെ തിരിച്ചു വരാം. ചത്വാരി എന്ന് പറയുമ്പോൾ പതുക്കെ തിരിച്ചു വരാം. പഞ്ച്, കൈ താളോട്ട്. അതേപോലെ തന്നെ ഇടതുവശം കൂടി ചെയ്യാനായിട്ട് നോക്കാം. ഏകം എന്ന് പറയുമ്പോൾ പതുക്കെ ഇടത് കൈ ഭൂമിക്ക് സമാനാന്തരമായിട്ട്. ദ്വേ എന്ന് പറയുമ്പോൾ പതുക്കെ ഇടത് കൈ പറ്റി മുകളിലോട്ട് തിരിച്ചിട്ട് ഇടത് കൈ മുകളിലേക്ക്. ത്രിണീം എന്ന് പറയുമ്പോൾ വലത് കൈ ഫ്രീ ആയിട്ട് തൊങ്ങി കിടക്കുന്നു. നമ്മൾ ഫൈനൽ പോസ്ചറിൽ കുറച്ച് നേരം അവിടെ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ശ്വാസമാണ്. നമ്മൾ ഈ ഇടതുവശം സ്ട്രെച്ച് ചെയ്തു, വലതുവശം നമ്മൾ കംപ്രസ് ചെയ്യണം. ചത്വാരി എന്ന് പറയുമ്പോൾ പതുക്കെ തിരിച്ചു വരാം. പഞ്ച, ഷട്ട, തിരിച്ചു വരാം. ഇങ്ങനെ നേരത്തെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ ചെയ്തത്.
അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ അർദ്ധചക്രാസനമാണ് ചെയ്തത്. സാധാരണ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നത് വളരെ അപൂർവമാണ്. കയ്യിൽ ഏതെങ്കിലും ഭാരമുണ്ടെങ്കിൽ മാത്രമാണ്, ഇപ്പോൾ ഒരു ബക്കറ്റോടെ വെള്ളം പൊക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു സൈഡിലേക്ക് പൊന്തിച്ചിട്ട് മറ്റേ സൈഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അർദ്ധകടി ചക്രാസനം നട്ടലുടെ ഇരുവശത്തിന് വളച്ച് എടുക്കുന്നതാണ്. അപ്പോൾ നട്ടലിക്ക് ഒരു പ്രത്യേക അയവും ഉന്മേഷവും ഉണ്ടാവുന്ന ഒരു പോസ്ചറാണ് ഈ അർദ്ധകടി ചക്രാസനം. അങ്ങനെ ഈ 3 ആസനങ്ങൾ അർദ്ധകടി ചക്രാസനം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ മുമ്പിലേക്ക് കുനിയാറുണ്ട്. മുമ്പിലേക്ക് കുനിയരുത്. പാരലായിട്ട് ഏത് സൈഡിലേക്കാണോ നമ്മൾ ബെൻഡ് ചെയ്യുന്നത് അതേ സൈഡിലേക്ക് തന്നെ കൃത്യമായിട്ട് നമ്മൾ ബെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക, കൈ തിരിച്ചു കൊണ്ടുവരിക. ഈ അർദ്ധകടി ചക്രാസനം ശരീരത്തിൻ്റെ ഇരുവശങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഇരിക്കുന്ന തൊറാസിക് ഏരിയ എന്ന് പറയും, നമ്മുടെ തൊറാസിക് ബോൺ എന്ന് പറയുക. ഈ ബോണിനെ കുറച്ച് വളച്ചെടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ അകത്തേക്ക് കൂടുതലായിട്ട് നമ്മൾക്ക് ശ്വാസം വലിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ആസനത്തിൽ ഉള്ള ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ് ഈ അർദ്ധകടി ചക്രാസനം. ഒരു ആസനം കൂടി ഇന്ന് നമ്മൾ പഠിക്കാം. അതിൻ്റെ ആസനത്തിൻ്റെ പേരാണ് ത്രികോണ ആസനം. നമ്മളുടെ ശരീരത്തിന് 3 കോണങ്ങളായിട്ട് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് നോക്കാം. നമ്മൾ ഷീറ്റയുടെ ഇടതുവശം നീങ്ങി നിൽക്കാം. നിന്നുകൊണ്ട് ഏകം എന്ന് പറയുമ്പോൾ 2 കൈകൾ ഭൂമിക്ക് സമാനാന്തരമായിട്ട്, ദ്വേ എന്ന് പറയുമ്പോൾ വലതുവശം മുകളിലേക്ക് ദൃഷ്ടി, ത്രീണി, ചത്വാരി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. നമ്മൾ നേരത്തെ അർദ്ധകടി ചക്രാസനം ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഒരു അയവനും കൂട്ടി വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പോസ്ചറാണ് ത്രികോണ ആസനം. അതിൽ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഷീറ്റയുടെ ഇടതുവശം നീങ്ങി നിൽക്കാം. ഏകം എന്ന് പറയുമ്പോൾ 2 കൈകൾ ഭൂമിക്ക് സമാനാന്തരമായിട്ട്, ദ്വേ ദൃഷ്ടി നമ്മളുടെ വലത് കൈയോട് വിരൽ ഭാഗമായിരിക്കണം. സാധാരണ ശ്വാസമാണ്. ത്രീണി, ചത്വാരി. ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഏത് കാലാണ് നമ്മൾ നീട്ടിവെക്കുന്നത് അതേ കാല് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അർദ്ധകടി ചക്രാസനത്തിൽ കുറച്ച് മാത്രമേ നമ്മൾക്ക് സൈഡിൽ ബെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്, കുനിയാനായിട്ട് സാധിച്ചത്. ത്രികോണാസനത്തിന് കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾക്ക് ബെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ 4 ആസനങ്ങൾ, താടാസനം, പാദഹസ്താസനം, അർദ്ധചക്രാസനം, അർദ്ധകടി ചക്രാസനം, ത്രികോണാസനം, ഇത്രയ്ക്ക് ഈ ആസനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എക്സസൈസോടൊപ്പം നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ചെയ്യാനായിട്ട് മാക്സിമം ഒരു അരമണിക്കൂർ സമയം മാത്രമേ എടുക്കുള്ളൂ. നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ഈ പരിപാടിയിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെലവ് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു കാര്യക്രമത്തിൽ നമ്മളുടെ ആശയം പൂർത്തിയാകുള്ളൂ.
പഠിച്ച വിഷയത്തിന് ഓർമ്മ വെക്കാനായിട്ട് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ആസനങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിന്നുകൊണ്ടുള്ള ആസനങ്ങളാണ്. അപ്പം ഈ ആസനത്തിന് നേരത്തെ ചെയ്ത 5-6 ബ്രീതിങ് എക്സസൈസ് ചെയ്ത ശേഷം ഈ ആസനം ചെയ്യാം. ഇപ്പം നമ്മൾക്ക് മുമ്പിലേക്ക് പൂർണ്ണമായിട്ട് ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത് മാത്രം ചെയ്ത് നോക്കുക. നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, കസേരയിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാം. ഈ ത്രികോണാസനം പോലും കസേരയിൽ ഇരുന്നിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ ലളിതമായിട്ട്. നമ്മൾ പരമാവധി നിലത്ത് മുട്ടാനായിട്ട് നോക്കുക. ശ്വാസം വലിച്ചിട്ട് തിരിച്ചു വരാം. നിന്നുകൊണ്ട് ചെയ്ത അത് അത്രത്തോളം ഗുണം ഉണ്ടാവുന്നതാണ്. നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, കസേരയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾക്ക് ഈ അർദ്ധകട്ടി ചക്രാസനവും അർദ്ധചക്ര എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഈ 5 ആസനങ്ങൾ ഇതിൽ ചെയ്യാനായിട്ട് ഏതെങ്കിലും സന്ദേഹമുണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരിക്കൽ കൂടി ചെയ്ത് കാണിക്കാവുന്ന. ആർക്കെങ്കിലും ചെയ്യാനായിട്ടുള്ള രീതി മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലോട്ട് നീങ്ങാം. യെസ്, ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാം. കേൾക്കുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കാണിക്കാം. എല്ലാ ആസനങ്ങളും നമ്മൾക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്ത ഒരു ആസനമാണ് താടാസനം എന്ന് പറയുന്നത്. 2 കാൽ അടുപ്പിച്ച് വെച്ചുകൊണ്ട് പതുക്കെ 2 കൈകൾ നമ്മൾ നേരെ മുമ്പിലേക്ക് നീട്ടി വെച്ചുകൊണ്ട് ഈ 2 കൈകൾ മുകളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉപ്പറ്റി പൊന്തിച്ചുകൊണ്ട് കുറച്ച് നേരം ആ ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കാനായിട്ട് പ്രയത്നിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും സാധാരണമായിട്ട് തിരിച്ചു വരിക. നമ്മൾ കൈകൾ റിലീസ് ചെയ്തുകൊണ്ടുള്ള താടാസനം എന്ന് പറയാം. നിന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കസേര അല്ലെങ്കിൽ ചുമരയുടെ ഹെൽപ്പ് എടുത്തുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ ഭാരത്തിന് വിരലിടമുള്ള നീട്ടുന്നതാണ് പ്രധാനം. കൈ മുകളിലോട്ട് വലിച്ചു പിടിക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് ശരീരത്തിന് നമ്മൾ ഒരു സ്ട്രെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശരീരത്തിന് ഒരു പുതിയതായിട്ട് ഒരു ഉന്മേഷം ഉണ്ടാവാനുണ്ട്. ആദ്യത്തെ ആസനത്തിൽ താടാസനം കഴിഞ്ഞ ശേഷം പാദഹസ്താസനമാണ്. പാദഹസ്താസനം ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 കൈകൾ ഏകം എന്ന് പറയുമ്പോൾ 2 കൈകൾ നേരെ സ്ട്രെച്ച് ചെയ്ത് വെക്കുക. ദ്വേ എന്ന് പറയുമ്പോൾ 2 കൈകൾ തലയുടെ മുകളിൽ നീട്ടി പിടിക്കുക. ത്രീണി എന്ന് പറയുമ്പോൾ പരമാവധി മുമ്പിലേക്ക് കുനിയുക. അരക്കെട്ടൽ ഭാഗത്തിലുണ്ട് ഭൂമിക്ക് സമാനാന്തരമായിട്ട്. ചത്വാരി പരമാവധി എത്രത്തോളം മുമ്പിലേക്ക് കുനിയാൻ സാധിക്കുമോ പഞ്ച എന്ന് പറയുമ്പോൾ വീണ്ടും ഭൂമിക്ക് സമാനാന്തരമായിട്ട്. ഷട്ട എന്ന് പറയുന്ന സമയത്ത് കൈ മുകളിലോട്ട്. സപ്ത എന്ന് പറയുന്നത് 2 കൈകൾ ഭൂമിക്ക് സമാനാന്തരമായിട്ട്. അഷ്ട താഴോട്ട് തിരിച്ചു വരണം. ഇതാണ് പാദഹസ്ത ആസനം എന്ന് പറയുന്നത്. ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് പുറകിലേക്ക് ബെൻഡ് ചെയ്യുന്ന ആസനമാണ് അർദ്ധചക്രാസനം. നമ്മൾ 2 കൈകൾ അരക്കെട്ടലിന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തിട്ട് ഈ ആസനം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വിരയലുണ്ടാവരുത് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എത്ര അനായാസമായിട്ട് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് ചെയ്താൽ മതി.
നമ്മൾ അരക്കെട്ടിലെ ഭാഗത്തിന് സപ്പോർട്ട് ചെയ്തു. സാധാരണമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പോകാൻ സാധിക്കുമോ അവിടെ നിൽക്കാൻ പോയിട്ട് ത്രീണീം എന്ന് പറയുന്ന സമയത്ത് പതുക്കെ തിരിച്ചു വരാം. ചത്വാരി കൈ റിലീസ് ചെയ്യാം. അർദ്ധ ചക്രാസനം പാദഹസ്താസനത്തിന് കോംപ്ലിമെന്ററി ആയിട്ട് പൂരകമായിട്ട് ചെയ്യുന്ന ഒരു ആസനമാണ്. അപ്പോൾ ഫോർവേഡായി ബാക്ക്വേർഡായി സൈഡിലോട്ട് ചെയ്യുന്ന ആസനത്തിൻ്റെ പേരാണ് അർദ്ധ കടി ചക്രാസനം. എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഏകം എന്ന് പറയുമ്പോൾ പതുക്കെ വലത് കൈയെ ഭൂമിക്ക് സമാനാന്തരമായിട്ട്. ദ്വേ എന്ന് പറയുമ്പോൾ പതുക്കെ കൈ മുകളിലിട്ട്. ത്രീണീം എന്ന് പറയുമ്പോൾ ഇടതുവശം. സാധാരണ ശ്വാസമാണ്, ശ്വാസത്തിന് പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കുമോ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വലിച്ചിലുള്ള ഭാഗം എവിടെയാണ്, ശരീരം കംപ്രസ് ആവുന്നത് എവിടെയാണ് ശ്രദ്ധിക്കുക. ത്രീണീം ചത്വാരി എന്ന് പറയുന്ന സമയത്ത് അതിക്ക് കൈ മുകളിലോട്ട്. പഞ്ച കൈ താഴോട്ട്. ഷട്ട തിരിച്ചു വരാം. അതേപോലെ തന്നെ ഇടതുവശം. ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷട്ട. ഇത് അർദ്ധകടി ചക്രാസനം. ത്രികോണാസനം ചെയ്യുന്ന സമയത്ത് ഷീറ്റഡ് ഇടതുവശത്തേക്ക് നീങ്ങി നിൽക്കാം. ഏകം എന്ന് പറയുമ്പോൾ രണ്ട് കൈകൾ ഭൂമിക്ക് സമാനാന്തരമായിട്ട് വലത് കാല് നീട്ടി വെച്ചിരിക്കുന്നു, മുട്ട് മടങ്ങുന്നില്ല. ദ്വേ എന്ന് പറയുമ്പോൾ ഇടത് കൈയോട് വിരൽ ഭാഗം ശ്രദ്ധിക്കണം. ചത്വാരി ത്രീണിയുമാണ്. ചത്വാരി എന്ന് പറയുമ്പോൾ കാല് അടുപ്പിച്ചുകൊണ്ട്. അതേപോലെ തന്നെ ഇടതുവശം. ഏകം ദ്വേ ത്രീണി ചത്വാരി. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇരിക്കുന്ന നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങളാണ്. അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇരുന്നു കൊണ്ടുള്ള വ്യായാമ പദ്ധതികളായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇരുന്നു കൊണ്ടുള്ള വ്യായാമത്തിൽ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഏതൊക്കെ ആസനം ചെയ്യാൻ പറ്റും അതൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സന്ദേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ